ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതെടുത്തതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ആ പിറ്റേ ദിവസം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോകണം, അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ തലേന്ന് രാത്രി റെഡിയാക്കി വെക്കുകയാണെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു കറിയുടെ റെസിപ്പി, പൊട്ടാറ്റോ വെച്ചിട്ട് ഉള്ളൊരു കറിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ അന്നത്തെ മോർണിംഗ് എന്ന് പറയുന്നത് ഒരു ഹറി ബറി ആയിട്ടുള്ള മോർണിംഗ് ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് 9 മണി 9:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോഴേക്കും ഞാൻ എല്ലാം വേഗത്തിൽ റെഡിയാക്കുകയാണ്. അപ്പോൾ തലേ ദിവസം ഞാൻ ഇന്ന് നേരത്തെ പോകാനുള്ളത് കാരണം മീനൊക്കെ ഒന്ന് മസാല തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പയറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും പിന്നെ അതിലേക്ക് പൊട്ടാറ്റോ വെച്ചിട്ടുള്ളൊരു കറിയുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു കറിയിലേക്ക് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ സവാള കാണുമ്പോൾ എല്ലാവർക്കും പേടിയായിരിക്കില്ലേ, കാരണം നല്ല റേറ്റുള്ള സമയമാണ്. പൊട്ടാറ്റോയും ഒരു സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അസ്കർക്കത് അവിടെ കാലിച്ചായക്ക് ഇരുന്ന് കുടിക്കുന്നുണ്ട്. ഇന്ന് അസ്കർക്ക ലീവാണ്. ഉമ്മാനെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോകാനുണ്ട്, അതുകൊണ്ട് ഇന്ന് ലീവാണ്. അപ്പോൾ കറിയിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും മതി. അപ്പോഴേക്കും നമ്മളുടെ കുക്കർ ചൂടായിട്ടുണ്ട്. കുക്കറിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 സവാള ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാള വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഉപ്പേരി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പയറൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് ഉപ്പാക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് കുറച്ച് അലിഞ്ഞ ടൈപ്പായിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് കുക്കറിലാണ് കേട്ടോ ഞാൻ പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവിക്കാറ്. അപ്പോഴേക്കും സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു തക്കാളി കൂടെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ചോറ് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതപ്പുറത്ത് ഇൻഡക്ഷൻ കുക്കറിൽ പോയിട്ട് വെക്കുകയാണ്. അപ്പോഴേക്കും സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ തലേ ദിവസം പൂരിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുകയാണ്. അപ്പോഴേക്കും ഇതാ സവാളയും തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക.
ഇനി ഇതിലേക്ക് ഇത് ചിക്കൻ്റെ എല്ലാണ് കേട്ടോ, ഇതിൽ പീസൊന്നുമില്ല. ഞാൻ തലേ ദിവസം പാസ്ത ഉണ്ടാക്കിയതിൻ്റെ അതിൻ്റെ ബ്രസ്റ്റ് പീസിൻ്റെ എല്ലാം എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കറിയിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ പൊട്ടാറ്റോയും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു വിസിലടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അസ്കർക്ക് ഉമ്മയും കൂടെ ഫാസ്റ്റിങ്ങിൽ ഉമ്മാൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഉമ്മാനെ ഇന്ന് ഡോക്ടറെ കാണിക്കാനുള്ളതാണല്ലോ, അപ്പോൾ ബ്ലഡ് ചെക്കപ്പൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും വേഗത്തിൽ പൂരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കുകയാണ്. അപ്പോഴേക്കും ചോറ് തിളപ്പിച്ചെടുക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ചോറൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ പൂരി ഉണ്ടാക്കുന്ന അതേ സമയം തന്നെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തലേദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മാന്തൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പൂരിയുടെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. മക്കൾക്ക് മാന്തൾ മീൻ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മാന്തൾ മീൻ എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ നമ്മളുടെ അടിപൊളി പൊട്ടാറ്റോ എല്ല് കറി വേണമെങ്കിൽ പറയാം, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്നും ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ പൂരിയിലേക്കാവുമ്പോൾ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം ആകുമ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നതിന് പകരം ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാം. മക്കൾക്ക് ലഞ്ചിലേക്കുള്ള മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. 7:30 സമയം. അവർക്കുള്ള ലഞ്ചും കൂടെ റെഡിയാക്കുകയാണ്. അപ്പോൾ കറി തലേ ദിവസത്തെ മോര് കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് കൊടുത്തുവിട്ടത്. അപ്പോഴേക്കും അസ്കർക്കും ഉമ്മയും തിരിച്ചു വന്നു. പിന്നെ ഫാസ്റ്റായിട്ട് ബാക്കിയുള്ള പൂരിയും കൂടെ ചുട്ടെടുത്തു. അതേസമയം ബാക്കിയുള്ള ഫ്രൈ ചെയ്യാനുള്ള മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുട്ടികൾക്കുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഷെയ്സ് പാലാണ് അധികം കുടിക്കുക ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ. അപ്പോൾ പയർ വെന്തത് നമ്മൾ തൂമിച്ചെടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ അത് തൂമിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. പയർ തൂമിക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ കുക്കിംഗ് എല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട്.
പയറുപ്പേരി റെഡിയായി. പിന്നെ മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ചോറും റെഡി ആയിട്ടുണ്ട്. പിന്നെ തലേ ദിവസം ഞാൻ കുറച്ചധികം മോരുകറി ഉണ്ടാക്കിയത് തന്നെ ആയിരുന്നു ഇന്ന് പോകാനുള്ളത് കാരണം. അങ്ങനെ മോരുകറി റെഡിയാണ്. പിന്നെ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് പ്ലേറ്റുകളെല്ലാം ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇതാ കിച്ചണൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി എനിക്കൊന്ന് കുളിക്കണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഏതായാലും 9 മണി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം. അപ്പോൾ വേഗത്തിൽ ഒന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും അസ്കർക്കയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഷെയ്സിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിച്ച സമയത്ത് ഉമ്മ അവന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാസ്ത ബേക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങനെ റാപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഉപ്പയും ഉമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കുറച്ച് നേരം നിന്നോളൂ, കാരണം ഉപ്പാക്ക് ഞങ്ങളെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വേണം തിരിച്ച് കോടതിയിലേക്ക് പോവാൻ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വേഗത്തിലിറങ്ങി. അപ്പോൾ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വെറുതെ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോൾ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ ഉമ്മയും പ്ലാൻ ചെയ്തിരുന്നു പോകണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്ന് അവിടെ നിന്ന് കഴിഞ്ഞില്ല. പിന്നെ ഇപ്പോൾ വെറുതെ തോന്നിയപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉമ്മയും ഞാനും കൂടി അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ അനിയത്തിനെ കുഞ്ഞാമ്മ എന്നാണ് കേട്ടോ വിളിക്കുക. അപ്പോൾ ഇതൊക്കെ കുഞ്ഞാമ്മാൻ്റെ ചെടികളാണ്. അപ്പോൾ ഞാനിവിടെ വരുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ചെടി കൊണ്ടുപോകാതെ പോവാറില്ല. അപ്പോൾ കുഞ്ഞാമ്മ അവിടെ നെയ്യപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെയ്യപ്പമൊക്കെ നല്ലോണം പൊങ്ങി വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമായിരുന്നു കേട്ടോ. ഷെയ്സും കുഞ്ഞാമ്മൻ്റെ ചെറിയ മോനാണത്. അവർ നല്ല സംസാരത്തിലാണ്, നല്ല കളിയിലാണ്. അപ്പോൾ നെയ്യപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞ് പിന്നെ ജ്യൂസും നെയ്യപ്പമാണ് കേട്ടോ കഴിച്ചത്. പക്ഷേ കറക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കട്ടൻ ചായയും
നെയ്യപ്പമാണ്. പക്ഷേ അപ്പോൾ ജ്യൂസാണ് കുടിക്കാൻ തോന്നിയത്, അതുകൊണ്ട് ജ്യൂസും നെയ്യപ്പവും അങ്ങനെ കഴിച്ചു. അപ്പോൾ അന്നത്തെ ദിവസം ലഞ്ചിനുള്ളത് പുറത്തുനിന്ന് കുഴിമന്തി കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള മീൻകറി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കാമല്ലോ വിചാരിച്ചിട്ട് വേഗത്തിൽ കുഞ്ഞാമ്മ മീൻകറിയൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ പണികളെല്ലാം തീർന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികൾ അവിടെ പുറത്തിരുന്ന് കളിക്കുവാണ്. അപ്പം അന്ന് ജുമാ ഉള്ള ദിവസമാണ്, ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ കുഞ്ഞമ്മാൻ്റെ മോന് ഫുഡൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇത് കുഞ്ഞമ്മാൻ്റെ വലിയ മോനാണ് ആദിൽ. അപ്പോൾ എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഷെയ്സും കുഞ്ഞമ്മൻ്റെ ചെറിയ മോൻ അസ്വിയും നേരത്തെ തന്നെ ഇരുന്നിട്ടുണ്ട്. അവർ ആദ്യം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇത് കുഞ്ഞമ്മൻ്റെ മോളാണ്. അവൾ പനിയായത് കാരണം സ്കൂളിൽ ലീവ് എടുത്തതാണ്. അപ്പോൾ ഒരു ഉച്ചമയക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഷേസിയും ഷെസിനും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇവിടെയാണ് കേട്ടോ സ്കൂൾ ബസ് വന്നിറങ്ങിയത്. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ എനിക്ക് ഈ ചെടി നോക്കിയിട്ടും മതിയാവുന്നില്ല. അപ്പോൾ നേരമൊക്കെ ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുഞ്ഞമ്മ 2 ചെടി തന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിടിപ്പിച്ച് വെച്ച് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് തന്നു. അതുപോലെ ഈ ഒരു ചെടിയും, എന്താണ് പേരൊന്നും എനിക്കറിയില്ല, അതും തന്നു. ഒന്ന് മണി പ്ലാന്റ് ആണ്. അപ്പോൾ അത് രണ്ടും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോവും. എന്നെയും ഉമ്മാനെ അസ്കർക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. കുട്ടികളൊക്കെ നല്ല കളിയിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ അസ്കർക്ക വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ചെടിയെടുത്ത് കാറിലേക്ക് വെക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ആദ്യം ഉമ്മാനെ വീട്ടിൽ കൊണ്ടുവിടണം. അപ്പോൾ ഉമ്മയും ഉപ്പയും അന്നത്തെ ദിവസം ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവർ രണ്ട് വീട്ടിലും, ഞങ്ങളുടെ വീട്ടിലും അതുപോലെ ബ്രദറിൻ്റെ വീട്ടിലും മാറി മാറിയാണ് താമസിക്കാറ്. ഉമ്മാനെ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് പിന്നെ വേഗത്തിൽ വീട്ടിൽ പോവുകയാണ് ചെയ്തത്. അവിടെ ഇറങ്ങാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.